അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, കണക്ക് എല്ലാവർക്കും വിഷയമാണ്. മിക്ക ആളുകൾക്കും 90% ആളുകൾക്കും സ്കൂൾ പഠിക്കുന്ന കാലത്തെ കണക്ക്, മാത്സ് അതൊരു പ്രയാസമുള്ള സബ്ജക്റ്റായിട്ടാണ് കാണുന്നത്. പരലോകത്തെത്തിയാലും കണക്കായിരിക്കും വിഷയം. കണക്ക് ക്ലിയർ ആയിരിക്കണം. അതിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ പാടില്ല. പരലോകത്ത് എത്തിയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു വാക്ക്, ലാ തസാലു ഖദമാ ബിനി ആദം ഹത്താ യുസ്അല അൻ ഖംസിൻ. 5 കാര്യത്തിൽ ഒരു ക്ലാരിറ്റി ഉണ്ടാക്കിയിട്ടല്ലാതെ വെച്ച കാല് സ്പോട്ട് നനക്കാൻ സമ്മതിക്കൂല. ഏതാ 5 കാര്യം? അതിലൊന്ന് കണക്കു ചോദ്യമാണ്. ഫാം മാലിഹി മിൻ ഐനക്തസബ. സമ്പത്തിൻ്റെ കണക്ക് പറയണം. സാമ്പത്തികം, ഫിനാൻസ്, ഇൻകം സോഴ്സ്. ചില ആളുകൾക്ക് മൾട്ടി ഇൻകം സോഴ്സൊക്കെ ഉണ്ടാവും. അതൊക്കെ ഡീപ്പായിട്ട് പറഞ്ഞ് ക്ലാരിഫൈ വരുത്തണം. നിൻ്റെ ഇൻകം ഏതെല്ലാം രൂപത്തിലായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ, ഫോർ എക്സാമ്പിൾ, ഒരാൾ പ്രവാസിയായിരുന്നു. അപ്പോൾ അദ്ദേഹം പറയണം, ഞാൻ പ്രവാസിയായിരുന്നു, 2024 ഞാൻ ഇന്ന കമ്പനിയിൽ ജോലി ചെയ്യായിരുന്നു വിദേശത്ത്. ഒരു മാസം എൻ്റെ സാലറി 1,00,000 രൂപയായിരുന്നു. അതേപോലെ എനിക്കൊരു ബിൽഡിംഗ് നാട്ടിലുണ്ട്, അതിൻ്റെ വാടക ഇനത്തിൽ 1,00,000 രൂപ കിട്ടും 2024. കുറേ ബംഗാളികളൊക്കെ അവിടെ താമസിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ വാടക വാങ്ങിക്കാറുണ്ടായിരുന്നു. എൻ്റെ ബസ് ലൈനിൽ റൂട്ടിൽ ഓടുന്നുണ്ട്, അതിൻ്റെ വാടക കിട്ടും. അതിൻ്റെ ഇൻകം വരുമാനം ഉണ്ടായിരുന്നു. അതേപ്രകാരം ഒരു ജ്വല്ലറിയിൽ ഷെയറായിരുന്നു, എൻ്റെ 50% ലാഭം, അങ്ങനെ ഇൻകം ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻകം സോഴ്സ്. ഇനി തുടർന്ന് അള്ളാഹു ചോദിക്കുകയാണ്, ഒഫീമ അംഫക്ക. അത് ക്ലിയറായി. ഇതല്ല എനിക്കുള്ള വരുമാനം, 2024 ഉള്ള വരുമാനം ഇതാണ്. ഇനി അത് എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തു, വിനിയോഗിച്ചു, അത് പറയണം. സാമ്പത്തികം വന്നതും പറയണം, വരവ് ചെലവ് കണക്ക് രണ്ടിൻ്റെ റിപ്പോർട്ട് കൊടുക്കണം. ചിലവ് 2024 റബീഉൽ അവ്വൽ വന്നപ്പോൾ ഞാൻ ഗംഭീരമായിട്ട് വളരെ ജോറായിട്ട് മൗലിദ് കഴിച്ചു എൻ്റെ വീട്ടിൽ. അങ്ങനെ ഒരു 5,00,000 രൂപ ആ ഇനത്തിൽ ചിലവുണ്ട്. ലൈറ്റ് ആൻഡ് സൗണ്ട് 1,00,000, കാരണം അത്രയും ഭംഗിയാക്കി ലൈറ്റൊക്കെ പിടിപ്പിച്ച് നല്ല പരിപാടിയായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾക്ക് ഫുഡ് കൊടുത്തു, ബിരിയാണിയും അതേപ്രകാരം തന്നെ മന്തിയും നല്ല ഐറ്റംസ് ഫുഡുകളൊക്കെ സെലക്ട് ചെയ്തതൊക്കെ വിളമ്പി. പിന്നെ ഒരുപാട് ആളുകൾക്ക് സദ്ക്ക കൊടുത്തു. അങ്ങനെ 5,00,000 രൂപ അങ്ങനെ ചിലവഴിച്ചു. ഓക്കെ, പിന്നെ ആ വർഷമാണ് എൻ്റെ ഒരു മകളെ മംഗലം വന്നത്. അപ്പോൾ ഒരു 10,00,000 അതിനു വേണ്ടി സ്വർണ്ണം എടുക്കാൻ വേണ്ടിയും കല്യാണത്തിന് ആവശ്യത്തിന് വേണ്ടിയൊക്കെ അങ്ങനെ ചിലവഴിച്ചു. പിന്നെ 2024 എൻ്റെ ഉപ്പയുടെ ആണ്ടുണ്ടായിരുന്നു. ആ ഉപ്പയുടെ ആണ്ടിന് വേണ്ടി ഏതാണ്ടൊരു 2,00,000 രൂപ അങ്ങനെ ചിലവഴിച്ചു. കുറേ ആളുകൾക്ക് ഭക്ഷണമൊക്കെ കൊടുത്തു, ഭംഗിയായി പരിപാടിയൊക്കെ നടത്തി. ഓക്കെ, അപ്പോൾ വരവും ചിലവും ക്ലിയർ ആകുമ്പോൾ അവന് സ്വർഗത്തിലേക്കുള്ള ടിക്കറ്റ് കിട്ടുന്നു, കൺഫേം ആകുന്നു, ഓക്കെ ആകുന്നു. ഓക്കെ, പ്രശ്നമൊന്നുമില്ല, ക്ലിയറായി. അടുത്ത ആൾ വിളിച്ചു, അദ്ദേഹത്തോടും ചോദിക്കും, ഇൻകം സോഴ്സ് എന്തൊക്കെയായിരുന്നു? ഒന്ന്, പലിശ. സ്വകാര്യമായിട്ട് ഞാൻ പലർക്കും പലിശ കൊടുക്കാറുണ്ട്, അങ്ങനെ കുറച്ച് കാശ് വരാറുണ്ട്. പിന്നെ 2024 എൻ്റെ മറ്റൊരു ഹാബിറ്റായിരുന്നു ചീട്ടുകളി. അങ്ങനെ കുറേ വരുമാനം അങ്ങനെ ഉണ്ടായിരുന്നു.
പിന്നെ അത്യാവശ്യം ലോട്ടറിയൊക്കെ എടുക്കും. 2024 ടിക്കറ്റ് എടുത്തപ്പോൾ എനിക്ക് 1 കോടി അങ്ങനെ കിട്ടിയിട്ടുണ്ട്. പിന്നെ ലഹരി വിൽപ്പന അതിൻ്റെ മറ്റൊരു ത്രില്ലായിരുന്നു. അങ്ങനെ വരുമാനം ഉണ്ടായിരുന്നു. പിന്നെ ഞാനൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അത്യാവശ്യം കൈക്കൂലിയൊക്കെ വാങ്ങും. ഒരു വർഷം ഇത്ര കൈക്കൂലി ഇനത്തിൽ എനിക്ക് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇൻകം സോഴ്സ്. അതെ. ഇനി അത് എന്തിനു വേണ്ടി സ്പെൻഡ് ചെയ്തു? ഫീമ അംഫക്ക. അത് എൻ്റെ ഒരു മകളെ മംഗലുണ്ടായിരുന്നു 2024. അപ്പോൾ ഞാൻ ഗാനമേള, പാട്ട് കച്ചേരി, ഡാൻസ്, ഒപ്പനയൊക്കെ ഉണ്ടായിരുന്നു. അതിനുവേണ്ടി നന്നായിട്ട് അടിച്ചു പൊളിച്ചു. 10-20 ലക്ഷം രൂപ അങ്ങനെ കലങ്ങി. പിന്നെ ഞാൻ മദ്യപാനമുള്ള ആളായിരുന്നു. അതിനുവേണ്ടി നല്ലൊരു എമൗണ്ട് എനിക്ക് ചിലവാകും ഓരോ വർഷവും. പിന്നെ ചീട്ട് കളിയുടെ ആളാണ്, ചീട്ട് കളിക്കാറുണ്ട്. ആ ഇനത്തിലും ചിലപ്പോൾ കാശ് പോവും. ഇങ്ങനെയൊക്കെയാണ് കാശിൻ്റെ വിനിയോഗം, എക്സ്പെൻസ് ഇതൊക്കെയാണ്. ഓക്കെ, ക്ലിയറായി. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് നമ്മൾ പെടുക എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക. വളരെ കൃത്യമായി നമ്മുടെ കണക്കുകൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ പറയാൻ കഴിയുമോ പ്രിയമുള്ളവരെ? വരവ് ചിലവ് കണക്ക് നാം സ്വയം ഓഡിറ്റ് ചെയ്യുക. ഹാസിബു ഖബല അൻ തുഹാസബു. അള്ളാഹു ഓഡിറ്റ് ചെയ്യുന്നതിൻ്റെ മുമ്പ്, അവൻ്റെ മുമ്പിൽ കണക്ക് വായിക്കുന്നതിന് മുമ്പ് സ്വയം ഒന്ന് ഓഡിറ്റ് ചെയ്ത് നോക്കുക. നയാ പൈസയുടെ വ്യത്യാസമില്ലാതെ, ബാധ്യതയില്ലാതെ, വളരെ സുതാര്യമായ റബ്ബിൻ്റെ മുമ്പിൽ നമ്മുടെ റിപ്പോർട്ട് സമർപ്പിക്കാൻ കഴിയുമെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റണം. അല്ല എങ്കിൽ നമ്മുടെ ഭാവി കട്ടപ്പുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ.